അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പറയുന്നത് 1951 ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് കുറച്ച് വസ്തുതകളാണ്. ശ്രദ്ധിക്കുക. 51 ഏഷ്യൻ ഗെയിംസ് നടന്ന വേദി ന്യൂഡൽഹിയാണ്. നടന്ന വേദി ന്യൂഡൽഹി, ഇന്ത്യ, ന്യൂഡൽഹി. ഇനി സ്റ്റേഡിയം എന്ന് ചോദിച്ചാൽ 51 ഏഷ്യൻ ഗെയിംസ് നടന്ന സ്റ്റേഡിയം എന്ന് ചോദിച്ചാൽ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയം. ഏതാണ്? മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയം. ഏതാണ്? മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയം. പറഞ്ഞു പഠിക്കുക. ഓക്കെ. ഇനി ഉദ്ഘാടനം ചെയ്തത്, ആദ്യ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രസിഡന്റായ രാജേന്ദ്ര പ്രസാദ് ആണ്. ആരാണ്? രാജേന്ദ്ര പ്രസാദ് ആണ്. ആരാണ്? രാജേന്ദ്ര പ്രസാദ് ആണ്. ഇനി പങ്കെടുത്ത രാജ്യങ്ങൾ, ആദ്യ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 11 ആണ്. പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 11 ആണ്. എത്രയാണ്? 11 ആണ്. ഇനി ഒന്നാം സ്ഥാനം, ആദ്യ ഏഷ്യൻ ഗെയിംസ് 1951 ഡൽഹി ഏഷ്യൻ ഗെയിംസിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ജപ്പാനാണ്. ജപ്പാൻ 24 സ്വർണം നേടി. ഒന്നാം സ്ഥാനം എത്തിയത് ജപ്പാനാണ്. ജപ്പാൻ 24 സ്വർണം നേടി. രണ്ടാം സ്ഥാനം ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയാണ്. 15 സ്വർണം നേടി. രണ്ടാം സ്ഥാനം ആരാണ്? ഇന്ത്യയാണ്. ഇന്ത്യ 15. എത്ര സ്വർണം? 15 സ്വർണം നേടിയിട്ടുണ്ട്. അപ്പൊ നോക്കിക്കോണം. ഒന്നും കൂടി നമുക്കിത് പറയാം. എന്താണ് 1951 ഏഷ്യൻ ഗെയിംസ്? എന്താണ്? നടന്ന വേദി ന്യൂഡൽഹി. നടന്ന വേദി ന്യൂഡൽഹി. സ്റ്റേഡിയം മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയം. മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയം. ഉദ്ഘാടനം ചെയ്തത് രാജേന്ദ്ര പ്രസാദ്. ഉദ്ഘാടനം ചെയ്തത് രാജേന്ദ്ര പ്രസാദ്. പങ്കെടുത്ത രാജ്യങ്ങൾ 11. പങ്കെടുത്ത രാജ്യങ്ങൾ 11. ഒന്നാം സ്ഥാനം ജപ്പാൻ. ജപ്പാൻ 24 സ്വർണം നേടി. ജപ്പാൻ 24 സ്വർണം. രണ്ടാം സ്ഥാനം ഇന്ത്യ. ഇന്ത്യ 15 സ്വർണം നേടി. ഇന്ത്യ എത്ര സ്വർണം നേടി? 15 സ്വർണം നേടി. 51 ഡൽഹി ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് പറയുന്നത്. ഓക്കെ. ഇനി നോക്കിയാണ്. ഇനി അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്. ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായി സ്വർണം നേടിയത് 1951 ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായി സ്വർണം നേടിയത് ആരെന്ന് ചോദിച്ചാൽ നിയോച്ചി കോക്ക്. ആരാണ്? നിയോച്ചി കോക്ക്. ആരാണ്? നിയോച്ചി കോക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ്. 1951 ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായി സ്വർണം നേടിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? നിയോച്ചി കോക്ക് ആണ്. സിംഗപ്പൂരുകാരനാണ്. നീന്തൽ താരമാണ്. നീന്തൽ താരം സിംഗപ്പൂർകാരൻ. 400 മീറ്ററിലാണ് അദ്ദേഹം സ്വർണം നേടിയത്. ക്ലിയർ ആണോ? പേര് മറക്കരുത്. നിയോച്ചി കോക്ക്, നീന്തൽ 400 മീറ്ററിൽ സിംഗപ്പൂർ. ഇനി അടുത്ത് പറയുന്നത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണം നേടിയത്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണം നേടിയത് ആര് എന്ന് ചോദിച്ചാൽ സച്ചിൻ നാഗ്. ആരാണ്? സച്ചിൻ നാഗ്. ആരാണ്? സച്ചിൻ നാഗ് ആണ്. സച്ചിൻ നാഗിന്റെ കായിക ഇനം നീന്തലാണ്. 100 മീറ്ററിലാണ്. നീന്തല് 100 മീറ്ററിലാണ്. മറക്കരുത്. ഇത് നിയോച്ചി കോക്ക് 400 മീറ്ററിലും സച്ചിൻ നാഗ് 100 മീറ്ററിലും. ഓക്കെ. ഇനി അടുത്ത് പറയുന്നത് ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് കമൽജിത്ത് സന്ധു. ആരാണ്? കമൽജിത്ത് സന്ധു. ആരാണ്? കമൽജിത്ത് സന്ധു ആണ്. ഏത് അത്ലറ്റാണ് അവര്? 400 മീറ്ററിലാണ്. ഏത് ഏഷ്യൻ ഗെയിംസ് എന്ന് ചോദിച്ചാൽ അത് 1970 ബാങ്കോക്ക്. ഏതാണ്? 1970 ബാങ്കോക്ക്. ഏതാണ്? 1970 ബാങ്കോക്ക് ഏഷ്യൻ ഗെയിംസിലാണ്. ഓക്കെ. മറക്കരുത്. ഇത് രണ്ടും 51 ആണ്. 1951 ഡൽഹി ഏഷ്യൻ ഗെയിംസ് ആണ്. ഇത് 1951 ഡൽഹി ഏഷ്യൻ ഗെയിംസ് ആണ്. കേട്ടാ? അതാണ് ഏഷ്യൻ ഗെയിംസ്. 1951 ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായി സ്വർണം നേടിയത് നിയോച്ചി കോക്ക്. നീന്തലാണ്. 400 മീറ്റർ സിംഗപ്പൂർ. അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണം നേടിയത് സച്ചിൻ നാഗ്. 1951 ഡൽഹി ഏഷ്യൻ ഗെയിംസിലാണ്. നീന്തലാണ്. 100 മീറ്റർ ആണ്. ഇനി ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ കമൽജിത്ത് സന്ധു. ആരാണ്? കമൽജിത്ത് സന്ധു ആണ്. അത്ലറ്റ് ആണ്. 400 മീറ്ററിലാണ്. 1970 ബാങ്കോക്ക് ഏഷ്യൻ ഗെയിംസിലാണ്. അതേതാണ്? 1970 ബാങ്കോക്ക് ഏഷ്യൻ ഗെയിംസിലാണ്. അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിന് ഏറ്റവും കൂടുതൽ വേദിയായ നഗരം.
ഏഷ്യൻ ഗെയിംസിന് ഏറ്റവും കൂടുതൽ തവണ വേദിയായ നഗരം, ഏഷ്യൻ ഗെയിംസിന് ഏറ്റവും കൂടുതൽ തവണ വേദിയായ നഗരമാണ് ബാങ്കോക്ക്. ഏതാണ്? ബാങ്കോക്ക്. ഏതാണ്? ബാങ്കോക്ക്. ആ വർഷങ്ങൾ പറയുക. 66, 70, 78, 98. ലാസ്റ്റത്തെ 2 ഡിജിറ്റ് ഫോൺ നമ്പർ പോലെ പറഞ്ഞാൽ മതി. എങ്ങനെ? 66, 70, 78, 98. എങ്ങനെ പറയണം? 66, 70, 78, 98. ഒന്നുകൂടെ പറയാം. 66, 70, 78, 98 ബാങ്കോക്ക് വേദിയായ വർഷങ്ങൾ. അതായത് 1966, 1970, 1978, 1998. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടെ പറയാം, മറക്കരുത്. ഒന്നും കൂടെ നമുക്കിത് പറയാം. എന്താണ്? ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായി സ്വർണം നേടിയത്, അതായത് 1951 ഡൽഹി ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായി സ്വർണം നേടിയതായിരുന്നു ചോദിച്ചാൽ നിയോച്ചി കോക്ക്. ആരാണ്? നിയോച്ചി കോക്കാണ്. അദ്ദേഹം നീന്തൽ താരമാണ്. 400 മീറ്ററിലാണ്. അദ്ദേഹം സിംഗപ്പൂർകാരനാണ്. അതേപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണം നേടിയത്, ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണം നേടിയതാരെന്ന് ചോദിച്ചാൽ സച്ചിൻ നാഗാണ്. സച്ചിൻ നാഗ് നീന്തലാണ്, 100 മീറ്ററിലാണ്. 1951 ഡൽഹി ഏഷ്യൻ ഗെയിംസ് ആണ്. 51 ഡൽഹി ഏഷ്യൻ ഗെയിംസ് ആണ്. അടുത്ത് പറഞ്ഞത് ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് കമൽജിത്ത് സന്ധു. ആരാണ്? കമൽജിത്ത് സന്ധു ആണ്. അത്ലറ്റ് ആണ്. 400 മീറ്ററിലാണ്. 1970 ബാങ്കോക്ക് ഏഷ്യൻ ഗെയിംസ് ആണ്. 1970 ബാങ്കോക്ക് ഏഷ്യൻ ഗെയിംസ് ആണ്. ഏഷ്യൻ ഗെയിംസിന് ഏറ്റവും കൂടുതൽ വേദിയായ നഗരം, ഏഷ്യൻ ഗെയിംസിന് ഏറ്റവും കൂടുതൽ തവണ വേദിയായ നഗരമാണ് ബാങ്കോക്ക്. ഏതാണ്? ബാങ്കോക്ക്. അപ്പോൾ അടുത്ത് ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എങ്ങനെയാണ്? ഏഷ്യൻ ഗെയിംസിന് ഏറ്റവും കൂടുതൽ തവണ വേദിയായ നഗരമാണ് ബാങ്കോക്ക്. ബാങ്കോക്ക് വർഷങ്ങൾ 1960, 1966, 1966, 1970, 1978, 1998, 1998. 66, 70, 78, 98. ഓക്കെ, ശരി. ഇനി അടുത്തതിൽ നോക്കിയാണ്. അടുത്ത നമ്മൾ 1982 ഏഷ്യൻ ഗെയിംസ്, ഡൽഹി ഏഷ്യൻ ഗെയിംസ്. 1982 ഡൽഹി ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് കുറച്ച് വസ്തുതകൾ പറയാം. ഓക്കെയാണ്. 1982 ഏഷ്യൻ ഗെയിംസ് എത്രാമത്തെ എന്ന് ചോദിച്ചാൽ 9ാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ്. 9th എഡിഷൻ, 9ാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ് 1982 നടന്നത്. ഇനി നോക്കിയാണ്. അടുത്ത് നടന്ന സ്ഥലം നമുക്കറിയാം, ന്യൂഡൽഹിയാണ്. നടന്ന സ്ഥലം ഏതാണ്? ന്യൂഡൽഹി. നടന്ന സ്ഥലം ഏതാണ്? ന്യൂഡൽഹിയാണ്. അതുപോലെ തന്നെ സ്റ്റേഡിയം എന്ന് ചോദിച്ചാൽ 1982 ഡൽഹി ഏഷ്യൻ ഗെയിംസ് നടന്ന സ്റ്റേഡിയം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. ഏതാണ്? ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. ഏതാണ്? ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയമാണ്. ഇനി 1982 ഏഷ്യൻ ഗെയിംസിന്റെ ഒരു പ്രത്യേകതയുണ്ട്, നോക്കിയാണ്. ഒളിമ്പിക് കൗൺസിൽ ഏഷ്യയുടെ ആഭിമുഖ്യത്തിൽ നടന്ന, അതായത് OCA, ഒളിമ്പിക് കൗൺസിൽ ഏഷ്യയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ആദ്യ ഏഷ്യൻ ഗെയിംസ്. എന്താണ്? ഒളിമ്പിക് കൗൺസിൽ ഏഷ്യയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ആദ്യ ഏഷ്യൻ ഗെയിംസ് ആണ് 1982 ഡൽഹി ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുന്നത്. ഇനി പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്? 33 ആണ്. 1982 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 33 ആണ്. അതിൽ ഒന്നാം സ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ചൈന 61 സ്വർണം. ഒന്നാം സ്ഥാനം ചൈന എത്ര സ്വർണമാണ്? 61 സ്വർണമാണ്. ചൈന എത്ര സ്വർണമാണ്? 61 സ്വർണമാണ്. ഓക്കെ, അപ്പോൾ നോക്കിയാണ്. അപ്പോൾ ഒന്നും കൂടെ നോക്കണം. 1982 ഏഷ്യൻ ഗെയിംസ് ആണ് നമ്മൾ പറഞ്ഞത്. 9ാമത് ഏഷ്യൻ ഗെയിംസ് ആണ് 82 നടന്നത്. നടന്ന സ്ഥലം ഡൽഹി, നടന്ന സ്ഥലം ന്യൂഡൽഹി. സ്റ്റേഡിയം എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു നാഷണൽ സ്റ്റേഡിയം. ഒളിമ്പിക് കൗൺസിൽ ഏഷ്യയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ആദ്യ ഏഷ്യൻ ഗെയിംസ്. എന്താണ്? ഒളിമ്പിക് കൗൺസിൽ ഏഷ്യയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ആദ്യ ഏഷ്യൻ ഗെയിംസ് ആണ് 82 ഡൽഹി. അതുപോലെ തന്നെ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 33. ഒന്നാം സ്ഥാനം ചൈന 61 സ്വർണം. എത്രയാണ്? 61 സ്വർണം. ഇനി രണ്ടാം സ്ഥാനം എന്ന് ചോദിച്ചാൽ ജപ്പാനാണ്. രണ്ടാം സ്ഥാനം ഏതാണ്? ജപ്പാനാണ്. രണ്ടാം സ്ഥാനം ജപ്പാൻ, 57 സ്വർണം. എത്രയാണ്? 57 സ്വർണമാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് ചോദിച്ചാൽ 5 ആണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5 ആണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5ാം സ്ഥാനമാണ്. അതുപോലെ തന്നെ ആദ്യമായി ഭാഗ്യചിഹ്നം കൊണ്ടുവന്ന ഏഷ്യൻ ഗെയിംസ് ആണ്
1982 ഡൽഹി ഏഷ്യൻ ഗെയിംസ്. ആദ്യമായി ഭാഗ്യചിഹ്നം കൊണ്ടുവന്ന ഏഷ്യൻ ഗെയിംസ് ആണ് 1982 ഡൽഹി ഏഷ്യൻ ഗെയിംസ്. അപ്പു എന്ന ആനക്കുട്ടിയാണ് ആദ്യ ഭാഗ്യചിഹ്നം. ഏഷ്യൻ ഗെയിംസിന്റെ ആദ്യ ഭാഗ്യചിഹ്നം എന്ന് ചോദിച്ചാൽ ഏതാണ്? അപ്പു എന്ന ആനക്കുട്ടി. ഏതാണ്? അപ്പു എന്ന ആനക്കുട്ടിയാണ്. അപ്പോൾ മറക്കരുത്. എന്താണ് നമ്മൾ പറഞ്ഞത്? രണ്ടാം സ്ഥാനം ജപ്പാൻ 57 സ്വർണം. ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് ചോദിച്ചാൽ അഞ്ചാം സ്ഥാനമാണ്. ആദ്യമായി ഭാഗ്യചിഹ്നം കൊണ്ടുവന്ന ഏഷ്യൻ ഗെയിംസ് എന്ന് ചോദിച്ചാൽ 1982 ഡൽഹി ഏഷ്യൻ ഗെയിംസ് ആണ്. അതിൻ്റെ ഭാഗ്യചിഹ്നം എന്ന് ചോദിച്ചാൽ ഏതാണ്? അപ്പു എന്ന ആനക്കുട്ടിയാണ്. ഏതാണ്? അപ്പു എന്ന ആനക്കുട്ടിയാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ശരി. ഇനി അടുത്ത ചോദ്യം. ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷം. ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, മറ്റത് ഏഷ്യൻ ഗെയിംസ് ആണ്. ഇത് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് ആണ്. നോക്കിയാണ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷം 2003, 2004, 2005, 2006. ഇതിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ശരി? 2003 ആണ്. ഏതാണ്? 2003. അപ്പോൾ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നതെന്നാണ് 2003. ഓപ്ഷൻ എ ആണ് ശരിയെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആഫ്രോ ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട പോയിന്റ് നോക്കിയോണം. ഏഷ്യ ആഫ്രിക്ക ഭൂഖണ്ഡങ്ങളിലെ എന്താണ്? ഏഷ്യ ആഫ്രിക്ക ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന കായികമേളയാണ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഒരേ ഒരു ആഫ്രോ ഏഷ്യൻ ഗെയിംസേ നടന്നിട്ടുള്ളൂ. എന്താണ്? ഒരേ ഒരു ആഫ്രോ ഏഷ്യൻ ഗെയിംസേ നടന്നിട്ടുള്ളൂ. അത് 2003 എന്നാണ്. 2003 മറക്കരുത്. ഓക്കെ, ആ 2003 ശേഷം എന്ത് നടന്നിട്ടില്ല? ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏഷ്യ ആഫ്രിക്ക ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന കായികമേളയാണ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് എന്ന് പറഞ്ഞു. ആഫ്രോ ഏഷ്യൻ ഗെയിംസ് ഇനി 4 വർഷത്തിലൊരിക്കൽ നടത്തുവാനാണ് തീരുമാനിച്ചിരുന്നത്. ഈ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് എത്ര വർഷത്തിലൊരിക്കൽ നടത്തുവാൻ തീരുമാനിച്ചു? 4 വർഷത്തിലൊരിക്കൽ നടത്തുവാൻ തീരുമാനിച്ചു. എന്താണ്? തീരുമാനിച്ചു. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? നടന്നിട്ടില്ല. ആകെ ഒന്നേ നടന്നിട്ടുള്ളൂ. ഓക്കെ, ഇനി ഏക അല്ലെങ്കിൽ ആദ്യ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷം. ഏക അല്ലെങ്കിൽ ആദ്യ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷമാണ് 2003. ഏതാണ്? 2003. ഏക അല്ലെങ്കിൽ ആദ്യ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷം ഏതാണ്? 2003. രാജ്യം ചോദിച്ചാൽ ഇന്ത്യയാണ്. ഏക അല്ലെങ്കിൽ ആദ്യ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. എന്താണ് നമ്മൾ പറഞ്ഞത്? ആഫ്രോ ഏഷ്യൻ ഗെയിംസ് ഏഷ്യ ആഫ്രിക്ക ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന കായികമേളയാണ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ്. എന്താണ്? 4 വർഷത്തിലൊരിക്കൽ നടത്തുവാനാണ് തീരുമാനിച്ചിരുന്നത്. എത്ര വർഷത്തിലൊരിക്കൽ? 4 വർഷത്തിലൊരിക്കൽ നടത്തുവാനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ എന്താണ്? ഏക ആഫ്രോ ഏഷ്യൻ ഗെയിംസ് അഥവാ ആദ്യ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷം ഏതെന്ന് ചോദിച്ചാൽ 2003 എന്നാണ്. 2003 കേട്ടാ. എന്നാൽ രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയാണ്. ഓക്കെ, ഇനി നോക്കിയാണ് അടുത്ത് പറയുന്നത് ആഫ്രോ ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്. രണ്ടാമത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടത്തുവാൻ തീരുമാനിച്ചിരുന്നത് 2007 കേട്ടാ. എന്നാണ്? 2007 നടത്തുവാൻ തീരുമാനിച്ചിരുന്ന രാജ്യം ഏതാണ്? അൾജീരിയയാണ്. അപ്പോൾ രണ്ടാമത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടത്തുവാൻ തീരുമാനിച്ചിരുന്നു, പക്ഷേ എന്ത് ചെയ്തില്ല? നടത്തിയില്ല. അത് 2007 നടത്തുവാൻ തീരുമാനിച്ചിരുന്നു. രാജ്യവും തീരുമാനിച്ചു വെച്ചിരുന്നു. ഏതാണ് രാജ്യം? അൾജീരിയ. പക്ഷേ ഇത് എന്ത് ചെയ്യപ്പെട്ടോ? റദ്ദാക്കപ്പെട്ടു. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടത്തുവാൻ തീരുമാനിച്ചിരുന്നത് 2007 അൾജീരിയയിൽ വെച്ചാണ്. മറക്കരുത്. ഇനി ഏക ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്ന നഗരം. ഏക അല്ലെങ്കിൽ ആദ്യ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്ന നഗരം എന്ന് ചോദിച്ചാൽ ഹൈദരാബാദ്. ഏതാണ്? ഹൈദരാബാദ് ആണ്. ഓക്കെ, ഹൈദരാബാദ്. ഇതിൽ ഒന്നാം സ്ഥാനം നമ്മൾ പറഞ്ഞു
ഏക ആഫ്രോ ഏഷ്യൻ ഗെയിംസ് 2003 പറഞ്ഞു അല്ലേ? അപ്പോൾ 2003 ആഫ്രോ ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് നമ്മൾ പറഞ്ഞത്? ഒന്നാം സ്ഥാനം നടന്നത് ഹൈദരാബാദിലാണ്. ഒന്നാം സ്ഥാനം ചൈന 25 സ്വർണം നേടി. ആദ്യ ആഫ്രോ ഏഷ്യൻ ഗെയിംസിൽ അഥവാ ഏക ആഫ്രോ ഏഷ്യൻ ഗെയിംസിൽ ഒന്നാം സ്ഥാനം ആരാണ്? ചൈനയാണ്. ചൈന 25 സ്വർണം. രണ്ടാം സ്ഥാനം ആരെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. ഇന്ത്യ 19 സ്വർണം. രണ്ടാം സ്ഥാനം ആരാണ്? ഇന്ത്യയാണ്. ഇന്ത്യ 19 സ്വർണം. അപ്പോൾ ഒന്നും കൂടെ നോക്കിക്കോണം. രണ്ടാമത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് 2007 അൾജീരിയയിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അത് നടന്നില്ല. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് 2007 അൾജീരിയയിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചു. പക്ഷേ അതെന്ത് ചെയ്തില്ല? നടന്നില്ല. പിന്നെ എന്താണ് പറഞ്ഞത്? ഏക അല്ലെങ്കിൽ ആദ്യ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്ന നഗരം, രാജ്യം ഇന്ത്യയാണെന്ന് പറഞ്ഞു. നഗരം ഹൈദരാബാദ്. അതിൽ ഒന്നാം സ്ഥാനം ആര് എന്ന് ചോദിച്ചാൽ ചൈനയാണ്. ഫസ്റ്റ് ആരാണ്? ചൈന എത്ര സ്വർണം? 25 സ്വർണം. എത്ര സ്വർണം? 25 സ്വർണം. രണ്ടാം സ്ഥാനം ആര് എന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. ഇന്ത്യ 19 സ്വർണം. ഇന്ത്യ എത്രയാണ്? 19 സ്വർണം നേടി. ഓക്കെ, ഇനി നോക്കിയാണ് അടുത്ത് പറയുന്നത്. ഇതിന്റെ ചിഹ്നം, ഏക അല്ലെങ്കിൽ ആദ്യ ആഫ്രോ ഏഷ്യൻ ഗെയിംസിന്റെ ചിഹ്നം ചോദിച്ചാൽ ചാർമിനാർ ആണ്. ചിഹ്നം ഏതാണ്? ചാർമിനാർ. ഏക അല്ലെങ്കിൽ ആദ്യ ആഫ്രോ ഏഷ്യൻ ഗെയിംസിന്റെ ചിഹ്നം ഏതാണ്? ചാർമിനാർ. ചിഹ്നം ഏതാണ്? ചാർമിനാർ ആണ്. ഇതിന്റെ ഔദ്യോഗിക ചിഹ്നം, ഒഫീഷ്യൽ ലോഗോ, ആദ്യ അല്ലെങ്കിൽ ഏക ആഫ്രോ ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക ചിഹ്നം ഏതെന്ന് ചോദിച്ചാൽ ഷേരു എന്ന സിംഹം. ഏതാണ്? ഷേരു എന്ന സിംഹം. ഏതാണ്? ഷേരു എന്ന സിംഹമാണ് ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് മുദ്രാവാക്യം. ഇതിന്റെ മുദ്രാവാക്യം ആദ്യ അല്ലെങ്കിൽ ഏക ആഫ്രോ ഏഷ്യൻ ഗെയിംസിന്റെ മുദ്രാവാക്യം എന്ന് ചോദിച്ചാൽ 2 ഭൂഖണ്ഡവും ഒരു ആത്മാവും. ഏതാണ്? 2 ഭൂഖണ്ഡവും ഒരു ആത്മാവും. എന്താണ്? 2 ഭൂഖണ്ഡവും ഒരു ആത്മാവും. അതായത് 2 continents on spirit. ഏതാണ്? 2 continents on spirit എന്നാണ്. 2 ഭൂഖണ്ഡവും ഒരു ആത്മാവും. മറക്കരുത്. ആദ്യ അല്ലെങ്കിൽ ഏക ആഫ്രോ ഏഷ്യൻ ഗെയിംസിന്റെ മുദ്രാവാക്യമാണ്. ഇനി ഇത് ഉദ്ഘാടനം ചെയ്തത്, ആദ്യ അല്ലെങ്കിൽ ഏക ആഫ്രോ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ LK അദ്വാനിയാണ്. ആരാണ്? LK അദ്വാനിയാണ്. ആരാണ്? LK അദ്വാനിയാണ് ഉദ്ഘാടനം ചെയ്തത്. ആദ്യ അല്ലെങ്കിൽ ഏക ആഫ്രോ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തവരാണ് LK അദ്വാനി. നമുക്ക് ഭാരതരത്ന അറിയാമല്ലോ. ഭാരത സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്ന അല്ലേ? എന്താണ്? ഭാരത സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്ന എന്ന് നമുക്കറിയാം. ഈ ഭാരതരത്ന ലഭിച്ച 50ാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? LK അദ്വാനി. ഭാരതരത്ന ലഭിച്ച 50ാമത്തെ വ്യക്തിയാണ് ആര്? LK അദ്വാനി. ഈ ഭാരതരത്ന ഏർപ്പെടുത്തുന്നത് 1954 ഭാരതരത്ന ഏർപ്പെടുത്തുന്നത് എന്നാണ്? 1954 LK അദ്വാനിക്ക് ഭാരതരത്ന ലഭിച്ചതെന്നാണ്? 2024 എന്നാണ്? 2024 LK അദ്വാനിക്ക് ഭാരതരത്ന ലഭിച്ചത്. ഏറ്റവും കൂടുതൽ പേർക്ക് ഭാരതരത്ന ലഭിച്ച വർഷം 2024. ഏറ്റവും കൂടുതൽ പേർക്ക് ഭാരതരത്ന ലഭിച്ച വർഷം 2024. എത്ര പേർക്കാണ് 2024 ഭാരതരത്ന ലഭിച്ചു എന്ന് ചോദിച്ചാൽ 5 പേർക്കാണ്. എത്ര പേർക്കാണ്? 5 പേർക്കാണ് 2024 ഭാരതരത്ന ലഭിച്ചത്. 5 പേരുടെ പേര് ഞാൻ പറയാം. ഒന്ന് കർപ്പൂരി താക്കൂർ. ഒന്നേതാണ്? കർപ്പൂരി താക്കൂർ. 2 LK അദ്വാനി. 2 ഏതാണ്? LK അദ്വാനി. 3 MS സ്വാമിനാഥൻ. ആരാണ്? MS സ്വാമിനാഥൻ. 4 ചൗധരി ചരൺ സിംഗ്. 4 ചൗധരി ചരൺ സിംഗ്. 5 PV നരസിംഹറാവു. ആരാണ്? PV നരസിംഹറാവു. അപ്പോൾ 2024 ഭാരതരത്ന 5 പേരാണ്. ആ 5 പേരുടെ പേരാണ് ഇപ്പൊ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ പേർക്ക് ഭാരതരത്ന ലഭിച്ചത് 2024 5 പേർക്കാണ്. അപ്പോൾ മൊത്തം ടോട്ടൽ 53 പേർക്കാണ് ഭാരതരത്ന ലഭിച്ചത്. മൊത്തം എത്ര പേർക്കാണ്?
53 പേർക്കാണ് ഭാരതരത്ന ലഭിച്ചത്. 53 പേർക്കാണ് ഭാരതരത്ന ലഭിച്ചത്. അതിൽ 50ാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? LK അദ്വാനി എന്ന് പറയുന്നത്. ആരാണ്? LK അദ്വാനി എന്ന് പറയുന്നത്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് സമാപന ചടങ്ങിലെ മുഖ്യ അതിഥി. ആദ്യ അല്ലെങ്കിൽ ഏക ആഫ്രോ ഏഷ്യൻ ഗെയിംസിലെ സമാപന ചടങ്ങിലെ മുഖ്യ അതിഥി. സമാപന ചടങ്ങിലെ മുഖ്യ അതിഥി ആരെന്ന് ചോദിച്ചാൽ APJ അബ്ദുൽ കലാം ആണ്. ആരാണ്? APJ അബ്ദുൽ കലാം. ആരാണ്? APJ അബ്ദുൽ കലാം. ഈ അബ്ദുൽ കലാമിന് ഭാരതരത്ന എന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ 1997 എന്നാണ്. 1997 അബ്ദുൽ കലാമിന് APJ അബ്ദുൽ കലാമിന് എന്ത് കിട്ടുന്നത്? ഭാരതരത്ന ലഭിക്കുന്നത്. 1997 3 പേർക്കാണ് ഭാരതരത്ന ലഭിക്കുന്നത്. 1997 എത്ര പേർക്കാണ്? 3 പേർക്കാണ് ഭാരതരത്ന ലഭിക്കുന്നത്. ഒന്ന് ഗുൽസാരിലാൽ നന്ദ. ആരാണ്? ഗുൽസാരിലാൽ നന്ദ. ആരാണ്? ഗുൽസാരിലാൽ നന്ദ. 2 അരുണ ആസഫ് അലി. ആരാണ്? അരുണ ആസഫ് അലി. മരണാനന്തരം ഭാരതരത്ന ലഭിച്ച ആദ്യ വനിതയാണ് അരുണ ആസഫ് അലി. എന്താണ്? മരണാനന്തരം ഭാരതരത്ന ലഭിച്ച ആദ്യ വനിതയാണ് അരുണ ആസഫ് അലി. 97 കിട്ടിയ 3ാമത്തെ വ്യക്തിയാണ് APJ അബ്ദുൽ കലാം. ആരാണ്? APJ അബ്ദുൽ കലാം. കേട്ടാ? അപ്പോൾ 97 3 പേർക്കാണ് ഭാരതരത്ന ലഭിക്കുന്നത്. ഒന്ന് ഗുൽസാരിലാൽ നന്ദ, 2 അരുണ ആസഫ് അലി, 3 APJ അബ്ദുൽ കലാം. അരുണ ആസഫ് അലി പറഞ്ഞത് മരണാനന്തരം ഭാരതരത്ന ലഭിച്ച ആദ്യ വനിത. അപ്പോൾ മരണാനന്തരം ഭാരതരത്ന ലഭിച്ച ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. മരണാനന്തരം ഭാരതരത്ന ലഭിച്ച ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. 1966 എന്നാണ്. 1966 ഓക്കെ, ശരി, അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മുടെ ഈ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടത്തിയ 2 സംഘടനകളുണ്ട്. ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടത്തിയ 2 സംഘടനകൾ. ഒന്ന് ഒളിമ്പിക് കൗൺസിൽ ഏഷ്യ. ഏഷ്യൻ ഗെയിംസിനെ നിയന്ത്രിക്കുന്ന സംഘടനയാണ് ഒളിമ്പിക് കൗൺസിൽ ഏഷ്യ. കേട്ടോ? OCA എന്ന് പറയുന്നത് ഒളിമ്പിക് കൗൺസിൽ ഏഷ്യ. അനോക്ക നോക്കിയാണ്. OCAയും അനോക്കയും ചേർന്നാണ് ഈ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടത്തിയിരുന്നത്. OCAയും അനോക്കയും ചേർന്നാണ് ഈ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടത്തിയിരുന്നത്. എന്താണ് OCA? നമ്മൾ പറഞ്ഞു ഒളിമ്പിക് കൗൺസിൽ ഏഷ്യ. ഏതാണ്? ഒളിമ്പിക് കൗൺസിൽ ഏഷ്യ. എന്താണ് അനോക്ക എന്ന് ചോദിച്ചാൽ അത് ഇതാണ്: അസോസിയേഷൻ ഓഫ് നാഷണൽ ഒളിമ്പിക് കമ്മിറ്റീസ് ഓഫ് ആഫ്രിക്ക. എന്താണ്? അസോസിയേഷൻ ഓഫ് നാഷണൽ ഒളിമ്പിക് കമ്മിറ്റീസ് ഓഫ് ആഫ്രിക്ക. എന്താണ്? അസോസിയേഷൻ ഓഫ് നാഷണൽ ഒളിമ്പിക് കമ്മിറ്റീസ് ഓഫ് ആഫ്രിക്ക. അസോസിയേഷൻ ഓഫ് നാഷണൽ ഒളിമ്പിക് കമ്മിറ്റീസ് ഓഫ് ആഫ്രിക്ക. അപ്പോൾ നോക്കിയോണം, ഒളിമ്പിക് കൗൺസിൽ ഏഷ്യയും അസോസിയേഷൻ ഓഫ് നാഷണൽ ഒളിമ്പിക് കമ്മിറ്റീസ് ഓഫ് ആഫ്രിക്കയും ചേർന്നാണ് എന്തു നടത്തിയിരുന്നത്? ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടത്തിയിരുന്നത്. എന്ത് നടത്തിയിരുന്നത്? ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടത്തിയിരുന്നത്. അപ്പോൾ നോക്കിയോണം, ഇതിൽ പറഞ്ഞു എന്താണ് നമ്മൾ പറഞ്ഞത്? ആദ്യ അല്ലെങ്കിൽ ഏക ആഫ്രോ ഏഷ്യൻ ഗെയിംസിൻ്റെ ചിഹ്നം നമ്മൾ പറഞ്ഞു ചാർമിനാർ. എന്നാൽ അതിൻ്റെ ഔദ്യോഗിക ചിഹ്നമാണ് ഷേരു എന്ന സിംഹം. എന്നാൽ മുദ്രാവാക്യം, ആദ്യ അല്ലെങ്കിൽ ഏക ആഫ്രോ ഏഷ്യൻ ഗെയിംസിൻ്റെ മുദ്രാവാക്യം 2 ഭൂഖണ്ഡവും 1 ആത്മാവും, അതായത് 2 കോണ്ടിനൻസ് 1 സ്പിരിറ്റ് എന്നാണ്. ഇനി ഇതിനെ ഉദ്ഘാടനം ചെയ്തത് LK അദ്വാനി. സമാപന ചടങ്ങിലെ മുഖ്യ അതിഥി, എന്തിൻ്റെ? ആഫ്രോ ഏഷ്യൻ ഗെയിംസിൻ്റെ സമാപന ചടങ്ങിലെ മുഖ്യ അതിഥിയാണ് APJ അബ്ദുൽ കലാം. ഏതാണ്? APJ അബ്ദുൽ കലാം. എന്നാൽ ഇത് നടത്തിയിരുന്നത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഒളിമ്പിക് കൗൺസിൽ ഏഷ്യയും, അതായത് OCAയും അനോക്കയുടെ ഫുൾ ഫോം എന്താണ്? അസോസിയേഷൻ ഓഫ് നാഷണൽ ഒളിമ്പിക് കമ്മിറ്റീസ് ഓഫ് ആഫ്രിക്കയും ചേർന്നാണ് എന്ത് നടത്തിയിരുന്നത്? ആദ്യ അല്ലെങ്കിൽ ഏക ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടത്തിയിരുന്നത്.